ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മൈമൂൺസ് കിച്ചൻ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു കറി റെസിപ്പിയാണ്. കുറേ ആൾക്കാർക്ക് ആവശ്യമായിരിക്കും ഈ ഒരു കറി. നമ്മൾ സാധാരണ മീൻ മുളകിട്ടത് അല്ലെങ്കിൽ മീൻ കറി ഉണ്ടാക്കുന്നത് പല സ്ഥലത്തും പല രീതിയിലായിരിക്കും, പലരും പല വിധത്തിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്നത്തേത് ഒരു അടിപൊളി സ്പെഷ്യലായിട്ടുള്ളൊരു കറിയാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും, നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെയോ വെള്ളാപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പം ഈ കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു മീൻകറി തേങ്ങ അരച്ചിട്ടല്ലാണ്ട് നമ്മൾ മുളകിട്ടത് ഉണ്ടാക്കുന്നില്ലേ, ആ ഒരു സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പം കുറച്ച് കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട്. ഒരു 10-12ഓളം കുഞ്ഞുള്ളി തൊലി കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് 2 തക്കാളി, ഒരു 1/4 മുറിയോളം സവാള വലിയുള്ളി എടുത്തിട്ടുണ്ട്, ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളി, പിന്നെ ഒരു 3-4 വെളുത്തുള്ളി, അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാനിപ്പം പുളി ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെക്കുന്നുണ്ട്. ഒരു 1/4 ഗ്ലാസ് വെള്ളത്തിൽ ഈ ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളി ഒന്ന് അവിടെ കുതിർത്ത് വെക്കാം. കറിയായി തുടങ്ങുമ്പോഴേക്കും നമുക്കിത് നന്നായിട്ട് സോഫ്റ്റായിട്ട് പിഴിഞ്ഞെടുക്കാൻ പറ്റണം. അപ്പം പുളി അവിടെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുഞ്ഞുള്ളിയും സവാളയും അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ എടുക്കുന്ന മീൻ മത്തിയാണ്. നല്ല മത്തി കിട്ടിയപ്പം മത്തി വരട്ടാമെന്ന് വിചാരിച്ചു. അപ്പോൾ എപ്പോഴും ഒരേ സ്റ്റൈലിൽ വരട്ടുന്നതിനെക്കാട്ടിലും ഒന്ന് വെറൈറ്റി ആക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ട് വരട്ടിയതാണ്. അപ്പം മത്തിക്ക് പകരം നമുക്ക് ഏത് മീനും എടുക്കാം കേട്ടോ. അയലയോ ആഗോലിയോ പിന്നെ അതേപോലെ അയക്കൂറയോ, അങ്ങനെ വലിയ ഫ്ലഷുള്ള മീനെടുക്കാം, ചെറിയ സൈസിലുള്ള മീനെടുക്കാം. അതൊക്കെ നമ്മുടെ കയ്യിൽ ഏതാണോ മീനുള്ളത് അത് യൂസ് ചെയ്യാം. ഇപ്പോൾ കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ മൺചട്ടിയാണ് എടുത്തത്. ഇപ്പോൾ മീൻ കറി മൺചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റ്. അപ്പോൾ ചട്ടി നന്നായി ചൂടായി വന്നപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള കുഞ്ഞുള്ളിയും സവാളയും ഇട്ട് നന്നായി വഴറ്റിയെടുക്കണം. പിന്നെ ഞാനിവിടെ ഒരു 12ഓളം കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞുള്ളി മാത്രമായിട്ടും ഈ കറി ഉണ്ടാക്കുക. അതല്ല, നമുക്ക് കുഞ്ഞുള്ളി ഇല്ലാന്നുണ്ടെങ്കിൽ സവാളയും എടുക്കുക. ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാള എടുത്താൽ മതി. അപ്പം കുഞ്ഞുള്ളി ആയിരിക്കും കൂടുതലും ടേസ്റ്റ്. അതാണ് ഞാൻ സവാളൻ്റെ അളവ് കുറച്ചിട്ട് കുഞ്ഞുള്ളി കുറച്ച് കൂടുതലെടുത്തത്. ഇനിയിപ്പം ഈ കുഞ്ഞുള്ളിയും സവാളയും ഇട്ട് നന്നായി ഒന്നങ്ങ് വഴറ്റിയെടുക്കണം. അത്യാവശ്യം കുഞ്ഞുള്ളീൻ്റെയൊക്കെ കളറൊന്ന് മാറി, ചെറുതായിട്ടൊന്ന് കളറ് മാറി ഒന്ന് കുഴഞ്ഞ് വരണം. അതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ ഇതാ സവാളയും കുഞ്ഞുള്ളിയൊക്കെ നന്നായി വഴന്ന് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിപ്പം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അപ്പാടെ അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. അരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ വഴറ്റിയതിന് ശേഷം ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കും, ഒരു ചെറിയൊരു പേസ്റ്റ് ആക്കിയെടുക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പച്ചമുളകൊന്നും കട്ട് ചെയ്തെടുക്കുന്നില്ല. എന്തായാലും പേസ്റ്റ് ആക്കുകയാണല്ലോ, അപ്പം പിന്നെ കട്ട് ചെയ്യേണ്ട, നന്നായി ഒന്ന് മൂപ്പിച്ച് വഴറ്റിയെടുത്താൽ മതി. അങ്ങനെ ഇതാ നമ്മുടെ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിപ്പം 2 തക്കാളി അരിഞ്ഞതങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. തക്കാളി ഇപ്പം ഞാൻ അത്യാവശ്യം വലിയ തക്കാളി തന്നെയാണ് എടുത്തത്, 2 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം അളവ് കുറച്ചിട്ട്, അതായത് തക്കാളീൻ്റെ അളവ് കുറച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ പുളിവെള്ളം കൂട്ടി കൊടുക്കാം. തക്കാളീൻ്റെ ടേസ്റ്റ് ആയിരിക്കും മീൻ കറിയിൽ എപ്പോഴും അടിപൊളിയായിരിക്കാൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 എണ്ണം എടുത്തത്. ഇനിയിപ്പോൾ ഒന്ന് നന്നായി വഴറ്റിയതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഈ തക്കാളിയൊക്കെ ഒന്ന് ഉടച്ചെടുക്കാം. അങ്ങനെ ഇതാ തക്കാളി ഒരു 1-2 മിനിറ്റ് ഞാനൊരു മീഡിയം ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ചതാണ്. എന്നിട്ട് മൂടി തുറന്നിട്ട് ഒന്നുകൂടെ നന്നായി ഇളക്കി കൊടുക്കാം. തക്കാളിയൊക്കെ അത്യാവശ്യം നന്നായി കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നന്നായി ഒന്ന് വഴറ്റിയെടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നുകൂടെ നന്നായി മിക്സ് ആക്കിയിട്ട് അടച്ച് വെക്കാം. ഈ തക്കാളി ഉള്ളിയൊക്കെ നന്നായി ഒന്ന് കുഴഞ്ഞ് വരാനായിട്ട് ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ ഞാനൊന്ന് 2-3 മിനിറ്റ് അടച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ അടി പിടിച്ച് പോകും. ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കുക, വീണ്ടും ഒന്ന് അടച്ച് വെക്കുക. അങ്ങനെ ഒരു 2-3 മിനിറ്റ് അടച്ച് വെച്ച് നന്നായി തക്കാളിയൊക്കെ ഉടച്ചെടുക്കണം. അങ്ങനെ ഇപ്പം നമ്മുടെ തക്കാളിയും ഉള്ളിയൊക്കെ നന്നായി ഉടഞ്ഞ് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. 2.5 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്തിട്ട് ഒന്നുകൂടെ നന്നായി മിക്സാക്കി കുഴച്ചെടുക്കണം. ഇനിയിപ്പം ഈ പൊടികളൊക്കെ ഒന്ന് നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ ഒരു ലോ ഫ്ലെയിമിലിട്ട് നന്നായി വഴറ്റിയെടുക്കാം. പിന്നെ മുളക് ഞാനിവിടെ സാദാ മുളകും കാശ്മീരിയും രണ്ടും ഹാഫ് എടുത്തിട്ടാണ് പൊടിപ്പിച്ചെടുക്കാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എരിവിന് ആവശ്യത്തിന് മാത്രമേ എരിവുണ്ടാവുള്ളൂ, നല്ല കളറും കിട്ടും. അപ്പോൾ നിങ്ങൾ സാദാ മുളകാണ് എടുക്കുന്നുണ്ടെങ്കിൽ
അതിൻ്റെ അളവ് കുറച്ചൊന്ന് കുറച്ച് വയ്ക്കുക, അല്ലെങ്കിൽ പച്ചമുളക് എടുക്കുന്നതിൻ്റെ അളവ് കുറച്ചാൽ മതി. ഇനിയിപ്പം പൊടികളൊക്കെ ചേർത്തിട്ട് നന്നായി മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഞാനിപ്പം ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചു. ഇനിയിപ്പം ചൂടാറിയതിന് ശേഷം ഇതൊന്ന് മിക്സിൻ്റെ ജാറിലിട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കണം. അപ്പോൾ അരക്കുമ്പം ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം, നല്ലൊരു പേസ്റ്റ് ആക്കിയിട്ട്. അങ്ങനെ ഇതാ ഞാനിപ്പം അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് കറി ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ചട്ടി നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നു കഴിഞ്ഞാൽ ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ ഇട്ട് നന്നായി മൂപ്പിച്ചെടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഞാനിപ്പം 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കാൻ, കാരണം ചട്ടി ഓൾറെഡി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പം കരിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്, അപ്പം കളറും ടേസ്റ്റും മാറിപ്പോവും. അപ്പം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മൂപ്പിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പം ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ചിട്ട് നമുക്കിത് നന്നായി തിളപ്പിച്ചെടുക്കാം. അപ്പം കണ്ടോ, ഇതിപ്പോൾ നന്നായി തിളച്ചിട്ട് മുകളിൽ നെയ്യൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഗ്രേവിക്ക് വേണ്ടുന്ന കണക്കായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പം മിക്സി കഴുകിയിട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം. ഇത് തിളച്ച് വരുമ്പം ഇതിലേക്ക് ഇനി പുളിവെള്ളം ചേർത്ത് കൊടുക്കണം. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പുളിവെള്ളം ചേർത്ത് കൊടുക്കുക. നല്ല കട്ടിയായതുകൊണ്ടാണ് ഞാൻ കുറച്ച് മാത്രം ചേർത്തത്. മാത്രമല്ല നമ്മൾ തക്കാളി 2 എണ്ണം ചേർത്തിനല്ലോ, അപ്പോൾ നല്ല പുളിയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പുളിവെള്ളത്തിൻ്റെ അളവ് കുറച്ചത്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായി മിക്സാക്കി എടുക്കാം. ഇനി ഇത് തിളപ്പിച്ചെടുക്കണം. ഇതിലേക്ക് ഇനി ഗ്രേവി എത്രയാണോ നമുക്ക് വേണ്ടത് അതിന് കണക്കായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിപ്പം 1 ഗ്ലാസ് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ചേർക്കുമ്പോൾ നമ്മൾ ചൂടുവെള്ളമേ ഒഴിച്ചു കൊടുക്കാവൂ, പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്. മാത്രമല്ല ഒരുപാട് വെള്ളമായി പോയാലും ലൂസായി പോവും. അപ്പോൾ 1 മുതൽ 1.5 ഗ്ലാസ് വരെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഗ്രേവി കണ്ടോ, നല്ല കട്ടിയായിട്ട് അത്യാവശ്യം തിക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി വെള്ളമൊക്കെ വാർത്ത് വെച്ചിട്ടുള്ള ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള മീൻ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിപ്പം കുറച്ച് മത്തി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സാക്കിയിട്ട് അടച്ച് വെച്ചിട്ട് ഇനി മത്തി വേവുന്നത് വരെ അങ്ങ് വേവിച്ചെടുക്കാം. ഇനിയിപ്പോൾ കുറേ സമയം സ്പൂണിട്ടൊന്നും ഇളക്കി കൊടുക്കരുത്, മീൻ പൊടിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. ഞാനിപ്പോൾ അടച്ച് വെച്ചിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്നങ്ങ് തിളപ്പിച്ച് വേവിച്ചെടുക്കാം. അപ്പം മീൻ അവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിതിലേക്ക് ഒന്ന് ഉള്ളി തൂങ്ങിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പില, ഒരു 2-3 കുഞ്ഞുള്ളി, അതുപോലെ തന്നെ ഒരു പച്ചമുളക് അതിനെ വീട്ടൊന്നങ്ങ് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. കുഞ്ഞുള്ളിയൊക്കെ നന്നായി മൂത്ത് വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിത് കറിയിലേക്ക് അങ്ങ് അപ്പോൾ കറി നന്നായി തിളച്ചിട്ട് മീനൊക്കെ വെന്ത് വന്നപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം ഉള്ളി തോന്നിച്ചതും കൂടെ അങ്ങ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സാക്കാം. സ്പൂണിട്ട് അധികം ഇളക്കരുത്, കാരണം മീൻ ഓൾറെഡി വെന്തത് കൊണ്ട് തന്നെ മീൻ പൊടിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെക്കാം. എന്നിട്ട് ചൂടോട് കൂടിയിട്ട് തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയോ വെള്ളാപ്പത്തിൻ്റെ കൂടെയോ ചപ്പാത്തീൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. തേങ്ങയൊന്നും ഇല്ലാത്ത സമയത്ത് ഇതേപോലെ ഉണ്ടാക്കിയാലും അടിപൊളിയാണ്. കാരണം നല്ല തിക്കായിട്ടുള്ള നല്ല ഗ്രേവി ആയിട്ട് കിട്ടുന്നൊരു കറിയല്ലേ ഇത്. അപ്പം അടിപൊളിയായിട്ട് എല്ലാവരും വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്ക്. അപ്പോൾ ഈ കറി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. വീട്ടിൽ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എന്നോട് അഭിപ്രായം അറിയിക്കണം. അപ്പോൾ കമൻറ്റിലൂടെയോ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലൂടെ മെസ്സേജിലൂടെയൊക്കെ നിങ്ങൾക്ക് എന്നെ അറിയിക്കാം. അപ്പോൾ പുതിയ റെസിപ്പീസും ടിപ്സും വ്ളോഗ്സും ഒക്കെ ആയിട്ട് കാണുന്നത് വരെ ടേക്ക് കെയർ ആൻഡ് ബൈ. ടാറ്റാ.